ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ജൂബിലി തീർത്ഥാടനത്തിൽ അനേകം വിശ്വാസികളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ മാതാവിൻ്റെ പേരിലുള്ള പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് ഈ തീർത്ഥാടനം നടത്തപ്പെടുന്നത്. ഒരുപാട് പ്രാർത്ഥനയോടെയും ത്യാഗത്തോടെയും അതുപോലെ തന്നെ നിയോഗങ്ങളോടെയുമാണ് ഈ തീർത്ഥാടനത്തിൽ ഓരോ ആളുകളും എത്തുന്നത്. എന്നാൽ 75 കിലോമീറ്ററിലധികം ദൂരം കാൽനടയായി നടന്നെത്തിയ കുറച്ച് പേരാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഇവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ആഴവും ഇവർ ഈ ഒരു തീരുമാനം എന്തുകൊണ്ടാണ് ഇത്രയും ദൂരം നടന്ന് വരാൻ തീരുമാനിച്ചതെന്നൊക്കെ നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കൊല്ലം ആയൂർ ഫൊറോനയുടെ കീഴിലുള്ള പുനലൂർ തിരുഹൃദയ ഇടവ അംഗങ്ങളാണ്. ഏതാണ്ട് 75 കിലോമീറ്ററോളം അകലയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്ന്, നമുക്കിപ്പോൾ ബസ്സിന് വരാമായിരുന്നു, പല സൗകര്യങ്ങളുണ്ട്, ഈ 75 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ദൂരമല്ല, ഇത്രയും ദൂരം നടന്നു വരാമെന്ന തീരുമാനം എന്തുകൊണ്ടാണ്? കാരണം അതിരൂപത കേന്ദ്രത്തിൻ്റെ ഒരു ആഹ്വാനം സാധിക്കുന്നിടത്തോളം ഇടവകളിൽ നിന്ന് നമ്മൾ പദയാത്രയായിട്ട് ഈ മരിയൻ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത് ഉചിതമാണെന്ന് അഭിമന്യ തറയിൽ പിതാവ് പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വാഹനങ്ങളിലെത്താനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എങ്കിലും ഞങ്ങൾ ഇടവകയിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഇത് വളരെ നാളുകൾക്ക് മുമ്പേ അതിരൂപത ഇത് ആസൂത്രണം ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി. വികാരിയച്ഛൻ പലവട്ടം ഇടവകയിൽ ആഹ്വാനം ചെയ്തു. അതിൻ്റെ ഫലമായി 10ഓളം ആൾക്കാർ അത് ആദ്യമേ തന്നെ രജിസ്റ്റർ ചെയ്തു. അതിലൊരു 2 പേർക്ക് ഒരാളൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, മറ്റൊരാൾക്ക് മറ്റു ചില ബുദ്ധിമുട്ടുകൾ വന്നു. കാരണം അവർക്കിത് വരാൻ സാധിക്കാതെ പോയി. എങ്കിലും ഞങ്ങൾ 9 പേര് അവസാനം പുനലൂരിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോസിൻ കൊച്ചുപറമ്പിലച്ഛൻ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. വരുന്ന വഴി ഞങ്ങൾ നമ്മുടെ അതിരൂപതയുടെ കീഴിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സീറോ മലബാർ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചാണ് CMI ആശ്രമം, പുനലൂരിലുള്ള CMI ആശ്രമം, അതുപോലെ തന്നെ പത്തനാപുരത്തുള്ള മാർ അപ്രേം ഇടവക, അദ്ദേഹം ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കൊച്ചുപറമ്പിലച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ധർമാരാം സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റൽ, അവിടെയൊക്കെ സന്ദർശിച്ച് ഞങ്ങൾ വൈകിട്ട് ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് ഞങ്ങൾ നമ്മുടെ അടൂരിലുള്ള മാർ സ്ലീവ പള്ളിയിലേക്ക് കടന്നു വന്നത്. രാത്രി 7 മണിക്കായിരുന്നു ഞങ്ങളവിടെ എത്തിയത്. അവിടെ ബഹുമാനപ്പെട്ട ലൂക്ക വെട്ടുവേലിക്കള വച്ച് ഞങ്ങൾക്ക് സ്വാഗതം നൽകി. ഞങ്ങളവിടെ രാത്രി ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു. അവിടെ നിന്ന് പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ 5 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടുകയും ഞങ്ങൾ അന്ന് ഞങ്ങളുടെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് അന്ന് അടുത്ത ഒരു സ്റ്റേ എന്ന് പറയുന്നത് ചെങ്ങന്നൂരായിരുന്നു. എന്നാൽ ഞങ്ങൾ ചെങ്ങന്നൂർ ഉദ്ദേശിച്ചതിന് മുമ്പ് ഞങ്ങൾ വിശ്രമമൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ ചെങ്ങന്നൂർ ഏതാണ്ട് 3 മണിയോടുകൂടി എത്തുകയും ബഹുമാനപ്പെട്ട ജോസഫ് നിലവന്തറയച്ചൻ ഫൊറോന വികാരിയച്ചൻ ഞങ്ങൾക്ക് വേണ്ട സ്വീകരണങ്ങൾ അവിടെ നൽകി, വേണ്ട ഏർപ്പാടുകൾ ഞങ്ങൾക്ക് നൽകി. ഞങ്ങളവിടെ ഏതാണ്ട് ഒരു 5 മണി വരെ ഞങ്ങളവിടെ വിശ്രമിക്കുകയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 6 മണിക്ക് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഞങ്ങളുടെ പദയാത്ര ആരംഭിച്ചു. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പദയാത്രയിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി 4 പേർക്ക് മറ്റ് സാങ്കേതിക കാരണങ്ങളാൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവർ പുനലൂരേക്ക് തിരിച്ചു പോയി. അപ്പോൾ 2ാം ദിവസം ഞങ്ങൾ പദയാത്ര രാവിലെ 5 മണിക്ക് ആരംഭിക്കുകയും 3 മണിക്ക് ചെങ്ങന്നൂർ ഫൊറോന പള്ളിയിൽ എത്തുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വിശ്രമത്തിന് ശേഷം 6 മണിക്ക് അവിടെ നിന്ന് വീണ്ടും നമ്മുടെ പദയാത്ര ആരംഭിച്ചു. ഏതാണ്ട് രാത്രി 10 മണിയോടുകൂടി ഞങ്ങൾ മുത്തൂറ്റ് ക്രൈസ്റ്റ് സ്കൂളിലെത്തി അവിടെ വിശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ ഞങ്ങൾ ഏതാണ്ട് 4:30 അവിടെ നിന്ന് ഞങ്ങൾ പദയാത്ര ആരംഭിച്ചു. 7 മണിയോടുകൂടി ഞങ്ങൾ ഇന്നിവിടെ ചങ്ങനാശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ ഞങ്ങൾ രാവിലെ 7 മണിക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരു ഏറ്റവും ലഘു വിവരണം. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല. കാരണം 75 കിലോമീറ്ററിലധികമാണ് ഇപ്പോൾ നിങ്ങൾ നടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നോ? വലിയ വെല്ലുവിളികൾ നേരിട്ട അവസരങ്ങളുണ്ട്. കാര്യം ഞങ്ങളിൽ 1-2 പേർക്ക് അവർ സ്ഥിരമായിട്ട് നടക്കുന്നവരും കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ്. എങ്കിലും ഞങ്ങൾ 2-3 പേര് ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഇത്രയും കിലോമീറ്ററുകൾ സഞ്ചരിക്കാനായിട്ട് ഞങ്ങൾ പുറപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ ആദ്യ ദിവസത്തിൻ്റെ ഉച്ച വരെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കും തന്നെ ഇല്ലായിരുന്നു. ഉച്ച കഴിഞ്ഞ് ശേഷം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാരണം നമ്മുടെ കാലിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പലരുടെയും കാല് പൊട്ടി, മസിൽ കയറി, അങ്ങനെ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, ചില വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട്, നമ്മളെ ദൈവത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൽ നിന്നെല്ലാം വലിയൊരു വിടുതൽ
ദൈവം നമുക്ക് നൽകി. ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് വളരെയധികം രാത്രിയിൽ ഞങ്ങൾ മാർ സ്ലീവാ പള്ളിയിൽ താമസിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് സ്റ്റെപ്പ് കയറാനോ ഒരടി നടന്ന് നീങ്ങാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ അവിടേക്ക് കടന്നു ചെന്നത്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ 5 മണിക്ക് പുറപ്പെട്ടപ്പോൾ ഞങ്ങളെല്ലാവരും പരിപൂർണ്ണ ആരോഗ്യവാന്മാരായിരുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു കൃപ, ഒരു കടാക്ഷം ഞങ്ങളുടെ മേലുണ്ടായിരുന്നു എന്നതിന് യാതൊരു സംശയമില്ല. പിറ്റേ ദിവസം ഞങ്ങൾ ഏതാണ്ട് ഒറ്റയടിക്ക് 25 കിലോമീറ്റർ താണ്ടി ഞങ്ങൾ ചെങ്ങന്നൂരിലേക്ക് എത്താനായിട്ട് സാധിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഒരു 10-20ഓളം കിലോമീറ്ററുകൾ അന്ന് തന്നെ വൈകിട്ട് താണ്ടിയാണ് തിരുവല്ലയിലെത്തിയത്. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 8 കിലോമീറ്ററേ ഉള്ളായിരുന്നു. ഞങ്ങൾക്കിവിടെ 10:30 മണിക്ക് തിരുവനന്തപുരം റീജിയൻ്റെ ആഭിമുഖ്യത്തിലുള്ള മരിയൻ തീർത്ഥാടനം നമ്മുടെ അതിരൂപത കേന്ദ്രത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് അതിന് മുമ്പേ ഇവിടെ എത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിനെ 4:30 അവിടെ നിന്ന് പുറപ്പെടുകയും ഞങ്ങളിവിടെ 7 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. നിങ്ങളുടെ ഒരു തീർത്ഥാടനം രീതി എങ്ങനെയായിരുന്നു? നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരുന്നു ഈ തീർത്ഥാടനം നടത്തിയിരുന്നത്? ഈ യാത്രാമധ്യേ നിങ്ങളുടെ പ്രാർത്ഥനകൾ എങ്ങനെയായിരുന്നു? യാത്രാമധ്യേ ഞങ്ങൾ ജപമാല ചൊല്ലി, അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ സാധിക്കുന്നിടത്തോളം സമയത്ത് പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഞങ്ങൾ നടന്നു നീങ്ങിയത്. അതുപോലെ തന്നെ ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാ പദയാത്രാ അംഗങ്ങളെല്ലാവരോടും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും വൈകിട്ടും ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ യാത്രയിലുടനീളം ഞങ്ങൾ സാധിക്കുന്നിടത്തോളം ചിലപ്പം വലിയ കഠിനമായിട്ടുള്ള വെയിലുണ്ട്, വാഹനങ്ങളുടെ ഒത്തിരി വാഹനങ്ങൾ വഴി വളരെ കൺജസ്റ്റഡാണ്, പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാൻ കിട്ടിയ അന്തരീക്ഷങ്ങൾ, അനുകൂലമായ അന്തരീക്ഷങ്ങളൊക്കെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അത് മാറ്റിവെച്ചു. വലിയ ത്യാഗം സഹിച്ചുള്ള ഒരു തീർത്ഥാടനമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. കാരണം ഇത്രയും ദൂരം നിങ്ങൾ നടന്നാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു തീർത്ഥാടനത്തിന് എന്തെങ്കിലും പ്രത്യേക നിയോഗങ്ങളുണ്ടോ? എല്ലാവർക്കും പ്രത്യേക നിയോഗങ്ങളുണ്ട്. ഞങ്ങളുടെ ഇടവകയുടേതായിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാ അംഗങ്ങളുടെയും അവരുടേതായിട്ടുള്ളൊരു നിയോഗമുണ്ട്. ഈ നിയോഗങ്ങളൊക്കെ ഞങ്ങൾ ദൈവ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ ഈ പദയാത്ര. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അഭിമന്യ പിതാവ് നൽകിയൊരു വലിയൊരു പ്രചോദനം ഞങ്ങൾക്ക് ഇതിലുണ്ടായി. കാരണം അഭിമന്യ പിതാവ് ഡിസംബർ 13 ചമ്പക്കുളത്തു നിന്ന് പദയാത്രയായി പാറേൽ പള്ളിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് പിൻവാങ്ങാനായിട്ട് ആൾക്കാരുടെ കുറവ് മൂലം ഒന്ന് പിൻവാങ്ങണമെന്ന് താല്പര്യപ്പെട്ടെങ്കിലും ഞങ്ങളുടെ വികാരിയച്ഛൻ പറഞ്ഞു, ഞാനിത് പിതാവിനെ അറിയിച്ചിട്ടുണ്ട്, പിതാവ് വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി അതിൽ നിന്ന് പിന്മാറുന്നത് ശരിയല്ല. എങ്കിലും ആ സമയത്താണ് പിതാവ് 13 ചമ്പക്കുളത്ത് നിന്ന് പദയാത്രയായി പാറേപ്പള്ളിയിലേക്ക് വരുന്നു എന്ന കാര്യം. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകി, വളരെയധികം പ്രചോദനം നൽകി. അഭിമന്യ പിതാവ് ഒരു 20 കിലോമീറ്ററോളം കാൽനടയായി പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിരൂപത അംഗം എന്നുള്ളതിൽ നമ്മൾ അതിൻ്റെ എത്രയോ അധികം കിലോമീറ്ററുകൾ നമ്മൾ ആ പദയാത്രയായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. തീർച്ചയായിട്ടും അഭിമന്യ പിതാവിൻ്റെ ആ തീരുമാനം ഞങ്ങളെ അതിന് ഈ പദയാത്രയ്ക്ക് അനുകൂലമായിട്ട് ഞങ്ങളുടെ അംഗങ്ങളിൽ അത് വലിയൊരു മാറ്റം ഉളവാക്കി. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഏറെ സന്തോഷത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനങ്ങളാണിത്. കാരണം ഇതുപോലെ ഒരുപാട് നിയോഗങ്ങളോടെയും പ്രാർത്ഥനയോടെയും ത്യാഗം സഹിച്ചും ഒരുപാട് വിശ്വാസികൾ പരിശുദ്ധ അമ്മയുടെ നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ തീർത്ഥാടന വിശേഷങ്ങളാണ്. നമുക്ക് ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മളോടൊപ്പം ഇവരുടെ വികാരിയച്ഛൻ ചേരുന്നുണ്ട്. അച്ഛനെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. കാരണം ഇത്രയും ആളുകൾ ഇത്രയും കിലോമീറ്ററുകൾ നടന്ന് ഈ തീർത്ഥാടനത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഇവരൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ പങ്ക് വളരെ വലുതാണ്. കാരണം ഇവരെ പ്രോത്സാഹിപ്പിച്ചത്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ഒക്കെ അച്ഛനാണ്. എങ്ങനെയാണ് ഇവർ ഈ ഒരു തീർത്ഥാടനത്തിനായിട്ട് അച്ഛൻ ഒരുക്കിയത്? ആദ്യമേ തന്നെ അതിരൂപതയിൽ നിന്ന് ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ ജോസി സാറിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അപ്പം സംസാരിച്ചപ്പോൾ അങ്ങനെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും വിളിച്ച് പറയുകയും കൂട്ടായ്മകളിലൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ കുറേ പേര് വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റേതായ പ്രാർത്ഥനകൾ ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ അവരും അതുപോലെ നടന്നുണ്ടായിരുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും വന്ന് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വിശുദ്ധ കുർബാനയിലൊക്കെ എല്ലാവരും വന്ന് സംബന്ധിച്ച് അതിന് ഒരുങ്ങിയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒത്തിരിയേറെ ഇത്രയും ദൂരം നടന്നതെന്ന് പറയുന്നത് അങ്കിളൊക്കെ ആണെങ്കിൽ ചെരുപ്പ് പോലും ഇടാതെ ആണ് അവിടുന്ന് ഇവിടം വരെ നടന്നത്. ഞാൻ വന്നപ്പോൾ ചോദിക്കുമായിരുന്നു, ഈ ചൂടത്ത് ഇത്രയും ചൂട് ടാറ് പഴുത്ത് കിടക്കുമ്പോൾ എങ്ങനെ എന്ന്. പക്ഷേ അതെല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ട് മാറി. നമ്മുടെ പ്രാർത്ഥനയുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്. അവർ നല്ല പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇറങ്ങി, അത് കഴിഞ്ഞ് ജപമാല ചൊല്ലി അങ്ങനെ കടന്നു വരുമായിരുന്നു. അപ്പോൾ അത് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഇനിയും അത് അവർക്കും അവരുടെ കുടുംബത്തിനും നമ്മുടെ ഇടവകയ്ക്കൊക്കെ ഒരു അനുഗ്രഹമായിട്ട് അത് കാണുന്നു. ഇത് ഞങ്ങളുടെ പദയാത്രാ സംഘത്തിലുള്ള ബാബു കിഴക്കേപ്പുറം. ഇത് ഞങ്ങളുടെ കൈക്കാരനാണ് സെബാസ്റ്റ്യൻ കിഴക്കേ തുണ്ടത്തിൽ. ഇത് ചേകോട് സണ്ണി. ഇത് മുടയഞ്ചിറ
വിനോദ്. കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ റോഡിലൂടെ നടന്നു വന്നിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു ഇത്രയും ത്യാഗം സഹിച്ചുള്ള ഒരു തീർത്ഥാടനത്തിന് എന്തെങ്കിലും കാരണമുണ്ടോ? ആദ്യത്തെ ദിവസം ഞാൻ വന്നപ്പം ചെരുപ്പിട്ടപ്പം കാലൊന്ന് പൊട്ടിയായിരുന്നു. എന്നാലും ഞാൻ ഒരു നിയമം വെച്ചാൽ ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ ചെരുപ്പ് ഇടണ്ട, ചെരുപ്പ് ഒരു കൈ പിടിച്ച് വണ്ടിക്കകത്ത് വെച്ചു. അങ്ങനെ ഞാൻ വന്നത്. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇവിടെ ഇത്രയും വലിയ ചൂടടിക്കുന്നത്. അതൊരു സുഖമായിട്ട് നടക്കാൻ പറ്റും.